നമ്മളിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങണ പോലത്തെ പ്രീ മിക്സിൽ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊടി വാങ്ങിയിട്ടൊക്കെ കലക്കിയിട്ട് അപ്പോഴേക്കപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലത്തെ പ്രീ മിക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനൊരു കപ്പ് ഉഴുന്നെടുത്ത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് തുണിയിൽ തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ഫാനിൻ്റെ കാറ്റത്തിടുകയോ ചെയ്തിട്ട് ഒന്ന് വെള്ളം വാർത്തെടുക്കുക. അതിന് ശേഷം ഒരു ചൂട് കട്ടിയുള്ള ചട്ടി വെച്ച് ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വറുത്തെടുക്കണം നമുക്ക്. ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഉഴുന്ന് ഇട്ട്, പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട്, പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് അവിലിടണം. വെള്ള അവിലിട്ടാൽ ഉത്തമമാണ്. നമ്മുടെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ല വെള്ള കളർ കിട്ടും. പിന്നെ അത് വറുത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട അവിൽ നല്ലപോലെ ഒന്ന് പൊട്ടി വരും. അപ്പോൾ അതാണ് വറുത്തോന്നുള്ള അടയാളം. നമ്മൾ ഉഴുന്ന് നല്ലപോലെ ഒരു മണം വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഫൈനാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി അഥവാ വല്ല തരി ഉണ്ടെങ്കിൽ ഇത് അതേപോലെ ഒന്ന് അരിച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത് ഇതിൽ പത്രമില്ലാത്ത തരിയൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇടുന്നത് അരിപ്പൊടിയാണ്. ഞാൻ സാധാ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയാണിത്. 2 കപ്പ് പൊടി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാ ഭാഗത്തും മിക്സ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ശരിയാണില്ലെങ്കിൽ അരിപ്പയില ഒന്ന് 2-3 പ്രാവശ്യം ഇട്ടിട്ട് അരിച്ചെടുത്താലും മതി. നമ്മൾ ഇട്ട ഉഴുന്ന് പൊടിയും കൂടെ നല്ലപോലെ മിക്സ് ആക്കി കിട്ടണം. ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ നല്ലപോലെ വെള്ളമൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെച്ച് പറഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി. നിങ്ങളിതിൽ കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ എടുത്ത സാധനങ്ങളൊക്കെ കൂടുതൽ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതായിട്ട് എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അതിനിതാ ഞാനിതിലേക്ക് 2.5 കപ്പില്ല 2.25 കപ്പ് ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. പൊടി എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് അതേ കപ്പിന് തന്നെ ഒരു 3 കപ്പ് വെള്ളമോടെ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്കിപ്പോൾ 2 കപ്പാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത്. ഇതുപോലെ നിങ്ങൾ ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കുറച്ചുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത്. അപ്പം ഞാൻ നല്ലപോലെ പിന്നെ കൈ കൊണ്ട് കുഴച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ അതിൻ്റെ കട്ട ഉണ്ടെങ്കിൽ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്കേറ്റ് ഒന്ന് അതുപോലെ ആക്കിയാൽ മതി. അപ്പോൾ കട്ടല്ലാതെ നമുക്ക് നല്ലപോലെ ഉടഞ്ഞു കിട്ടും. പിന്നെ ഞാൻ 3 കപ്പ് വെള്ളം എടുത്ത് വെച്ചാൽ എനിക്കൊരു 2.5 കപ്പിൻ്റെ അടുത്താണ് എനിക്ക് ആയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ എടുക്കണ പൊടിക്ക് അനുസരിച്ചിട്ടായിരിക്കും വെള്ളം. നമ്മുടെ മാവ് ഇതേപോലെ ആയിരിക്കണം. മാവിൻ്റെ പരുവം മാത്രം നോക്കിയാൽ മതി. ചില മാവിന് കൂടുതൽ വെള്ളം വേണ്ടി വരും, ചില മാവിന് കുറച്ച് വെള്ളം വേണ്ടി വരുള്ളൂ. അപ്പം ഞാൻ 3 കപ്പ് എടുത്ത് വെച്ചിട്ട് എനിക്ക് 2.5 കപ്പിൻ്റെ അടുത്ത് തന്നെ ചിലവായിട്ടുള്ളൂ. നല്ലപോലെ കട്ടൊന്നുമില്ലാതെ ഉടച്ചതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ കൈകൊണ്ട് മിക്സ് ആക്കുമ്പോഴാണ് നമുക്ക് ഈ മാവ് നല്ലപോലെ ഒന്ന് പതഞ്ഞ് പൊന്തി കിട്ടുക. നമ്മളങ്ങനെ കൈകൊണ്ട് മിക്സ് ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ എയർ കിടക്കും. അപ്പോൾ നമ്മുടെ മാവ് പൊന്താൻ ആ എയർ ബബിൾസ് കാരണമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ കണ്ടില്ലേ മാവിൽ നല്ലപോലെ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി അത് ഞാൻ അങ്ങനെ മൂടി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് തണുപ്പ് കാലമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുക്കറിൽ വെച്ചാൽ പറ്റും. അപ്പോൾ ഇവിടെ നല്ല മഴയുള്ള സമയത്താണ് ഞാനിത് മാവ് അരച്ച് വെച്ചിരുന്നത്. അപ്പോൾ പൊന്തിക്കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനത് കുക്കറിലാക്കി വെച്ച്. പിന്നെ എനിക്കത് അതിലേക്ക് ഞാൻ വേണ്ട ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് ഞാൻ രാത്രി തന്നെയാണ് ഇടുക കേട്ടോ. കല്ലുപ്പാണ് ഇടുക. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ അത് വലിഞ്ഞ് കിട്ടും. അപ്പോൾ രാവിലെ ഞാൻ തുറന്നിട്ടുണ്ട്. നല്ലപോലെ പൊന്തിയിട്ടുണ്ട് കേട്ടോ. പൊന്തിയെന്ന് പറഞ്ഞാലും പറയാം, നല്ലപോലെ പുളിച്ച് പൊന്തി വന്നിട്ട് മാവ് പുളിയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പുളിച്ച പോലെ പൊന്തി വന്നിട്ടുണ്ട്. അത് കുക്കറിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പാച്ച് പോകുന്നത്. ഞാൻ ആദ്യം ഉണ്ടാക്കിയിരുന്നത് ഞാൻ സാധാരണ താഴ്ത്തി വെക്കുക ചെയ്തത്. അപ്പോൾ പൊന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ പൊന്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുക്കറിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് കണ്ട ബബിൾസ് കണ്ടത്. നമ്മളത് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് മിക്സ് ആക്കിയ കാരണം കൊണ്ടാണ് ഇതിൽ ഒരുപാട് ബബിൾസ് വന്നിരിക്കുന്നത്. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി. ഈ മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി ആയാലും ദോശ ആയാലും എന്ത് ചുട്ടാലും നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അതായത് മാവൊക്കെ ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. മാവിന് ഈ കളർ ഇങ്ങനെ വ്യത്യാസം വന്നത് നമ്മൾ പിന്നെ മട്ടേരിൻ്റെ അവിലിട്ട കാരണം കേട്ടോ. നിങ്ങൾക്ക് വെള്ളേരിൻ്റെ അവിലാണെങ്കിൽ വെള്ള അവിലാണെങ്കിൽ നല്ല വെള്ള കളർ തന്നെ ആയിരിക്കും. പിന്നെ ഇഡ്ഡലി ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും പാത്രത്തിന് ഒട്ടാതും കിട്ടാൻ വേണ്ടിയിട്ട്
ആദ്യം തന്നെ നല്ലപോലെ വെള്ളമൊക്കെ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം തട്ടിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് അത് വെക്കുക. വെച്ചിട്ട് തട്ടും നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചെടുക്കുക. മാവ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒരു 10 മിനിറ്റ് നമ്മൾ ഇഡ്ഡലി വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തിട്ട് ഇതിന്ന് ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തട്ട് ചൂടായിട്ട് മാവ് ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് ഇഡ്ഡലി എടുക്കുക. ചൂടോട് കൂടി എടുക്കരുത്, ചൂടാറിയിട്ട് മാത്രം എടുക്കുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇതപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലപോലെ ബോൾ പോലെ അങ്ങോട്ട് വീർത്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ലേ, അറിയാം നല്ല സ്പോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. ഇതുപോലെ നിങ്ങൾ ചെയ്യാത്തവരാണെന്നെങ്കിൽ ചെയ്ത് നോക്കി. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് കൂടുതൽ എടുത്താൽ മതി. കുറവാണെങ്കിൽ ഇതിൽ കുറവ് എടുത്താൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.